വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്ക് നമ്മുടെ സ്വന്തം കല്ലൂർ. കുറെ നാളെ നമ്മള് വ്ളോഗും കാര്യങ്ങളൊക്കെ. അതെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് കല്ലൂർ വൈബ്സ്. അപ്പൊ ഗൈസ് കല്ലൂർ വൈബ്സിന്റെ അംജു നിസാം അതെ രണ്ട് പേജ് യൂട്യൂബർ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇവിടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ അടിപൊളി ഇവന്റ് നടക്കുന്നുണ്ട്. അതാണ് ഗൈസ്. ഗൈസ് എന്താണെന്ന് അറിയില്ല, ഇപ്പൊ അതിനൊട്ടൊരു ടീം വന്നു, അതിന് കയറാൻ പറ്റില്ല. ഈ വട്ടെങ്കിലും കയറാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം, എല്ലാം കാണാം. ഇത് എൻട്രൻസ് കാണിച്ചു കൊടുക്കും. എന്താണ് മംഗലപ്പരിയാണ് കേസ്, മംഗലപ്പരിയാണ്. കൊച്ചി ഉണർന്നു വരികയാണ്. അതായത് ഇനി ന്യൂ ഇയർ വരെ കൊച്ചിയിൽ ആഘോഷങ്ങളുടെ രാവായിരിക്കും. ഇല്ല എന്തൊക്കെ പറയുക, കോപ്പിറൈറ്റ് അടിക്കാൻ ഡൗട്ട് ഉണ്ട്. അപ്പൊ കോപ്പിറൈറ്റിന്റെ കാര്യത്തിന് ഒരു സൗണ്ടിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും ഇവിടെ ഭയങ്കര വൈബാണ്. ഫുഡിന്റെ ആദ്യമേ ഫുഡിന്റെ അടുത്ത് കഴിക്കണം. ലക്കി ഡ്രോ ഇവിടെ ലക്കി ഡ്രോ ഉണ്ട്, അവിടെ ലക്കി ഡ്രോ ഇല്ല. അവിടെ ഫുള്ള് ഇവരുടെ സപ്പോർട്ട്. ടെസ്റ്റ് ചെയ്യേണ്ട വെള്ളം കുടിച്ച് നോക്കാം. ഒരുമിച്ച് കുടിക്കേണ്ടി വരും. ഒരുമിച്ചല്ലേ നമ്മളെല്ലാത്തിനും ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ട വെള്ളം കുടിക്കേണ്ടി വന്നു. ഇവിടെ നല്ല അടിപൊളി വൈബാണ്. ഇവരുടെ സർവീസ് ഒക്കെ അടിപൊളി കേട്ടോ. അത്രയും ആളുകളുണ്ട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട്. നാളെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കല്ലൂർ സ്റ്റേഡിയത്തിലുള്ള ആളുകൾ, കല്ലൂർ ഭാഗത്തൊക്കെ ഉള്ളവർ, കൊച്ചിയിലുള്ളവർ വിസിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നില്ലേ? ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചു കൊടുത്തോ? അടുത്ത ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് എല്ലാം കാണിച്ചു. ഇവിടെ ഭയങ്കര വൈബാണ്. ഇവരുടെ സ്റ്റാളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാളുകൾ പരിചയപ്പെടുത്താം. നമുക്ക് അതേ ഉള്ളൂ നടക്കുന്നത്. അതെ, സിമ്പിൾ ആയിട്ട്. ഫസ്റ്റ് ആയിട്ട് ഇവിടുന്ന് ടിഷ്യൂ ആണോ? അല്ല, എന്തോ പിപ്പിൻ വെറൈറ്റി കേക്ക്. പച്ചവെള്ളാട്ട് നടക്കുന്നത് എന്തിനാ? വെള്ളം കുടിക്കാം, വെള്ളം നല്ലതല്ലേ. ഓക്കെ, കേക്ക് ഫ്രീ ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാ ഇവിടെ വെറൈറ്റി കാണിച്ചു കൊടുക്കും. ഓക്കെ, വെറൈറ്റി ഐറ്റംസുകളുണ്ട്. ഓക്കെ, ടീഷർട്ട് കാണിച്ചു. ഓക്കെ, അതെ വേണ്ട. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, നല്ല ക്രൗഡ് ഉണ്ട്. അപ്പൊ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആണ്. അതാണ് ഇവിടെ ഫ്രീ ആണ്, എൻട്രി ഫീ ഒന്നും ഇല്ല. അപ്പൊ കൊച്ചിയിൽ സാധാരണ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും പെയ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, ക്ലോത്തിങ് അത്യാവശ്യം സ്റ്റാളൊക്കെ ഉണ്ട്. എല്ലാവരും വിസിറ്റ് ചെയ്യാം. വൈബ് അടിപൊളി അല്ലേ? വൈബ് അടിപൊളി. ആ പാട്ട് ഇവിടെ ജ്യൂസ് ഉണ്ട്, ജ്യൂസ് കോർണർ. പല പാട്ടാണ് അടിപൊളി. ഇവിടുത്തെ മെയിൻ അല്ലേ, ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്തിരുന്നു. എവിടെ കിട്ടും? ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോ എല്ലാം ഫ്രീ ആയിട്ട് ഫോട്ടോ എവിടെ കിട്ടും? ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക, ഫോട്ടോ എടുക്കുക. വേണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് ഫോട്ടോ എടുക്കണ്ടത്. ഇവരെ ഓൾറെഡി ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് നേരെ കറങ്ങിയിട്ട് നമ്മുടെ അടുത്ത ഇതൊക്കെ ഇവർ ഈ നടത്തുന്ന ആളുകളുടെ സ്റ്റുഡൻസ് ഒക്കെ കൂടിയിട്ട് നടത്തിയ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഈ ഒരു സെറ്റപ്പ് ഒക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടെ അത്രയും എഫേർട്ട് ഉണ്ട്. ഇത് പാലാരിവട്ടം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗമായിട്ട് അവരുടെ ഒരു ഇതിൽ നടത്തുന്ന പ്രോഗ്രാമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരു സർവീസ് ഒക്കെ അവരോട് ചോദിക്കാം. നമുക്ക് ഹൈലൈറ്റ് ഇവിടുത്തെ പൈസയാണ്. അതെ, പൈസ ഫ്രീ ആണ്. ക്യാഷ് എൻട്രി ഫീ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രെയിം ഒക്കെ അയച്ചു തരിക. ക്രിസ്മസ് ആണ് വരുന്നത്, പറയുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതെ, തീർച്ചയായിട്ടും. അപ്പം ഫ്രെയിം കൈ നല്ല ഗൈസ് കുറെ നാൾക്ക് ശേഷം വ്ളോഗ് എടുക്കുന്നത്. ഫുള്ള് മിനി വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അവിടെ കയറണോ? എവിടെ? നമുക്ക് ഇവരോട് ജസ്റ്റ് ചോദിച്ചാൽ എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച്? ഇപ്പോൾ ചോദിച്ചു. യുവർ ടാർഗറ്റ് അങ്ങനെ ഷമീർ ഉബൈദിക്ക 2.0 പ്രോഗ്രാമിനെ പറ്റി എന്താണ് പറയുന്നത്? നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊരു 2 വാക്ക്. ഇവിടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. അതെ, 2 വാക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. നിങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യുന്നല്ലേ? എങ്ങനെ, എന്താണ് ഇതിന്റെ ഒരു? ഞങ്ങൾ ആദ്യമായിട്ടാണ് ആക്ച്വലി സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ കണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് വില്ലേജ്, ഒരു തീം, ഒരു ക്രിസ്മസ് വൈബ് ഇവിടെ കൊണ്ടുവരണം. അതിൽ ഡിസ്കോ ഇതൊന്നുമല്ല, ക്രിസ്മസ് പാർട്ടികൾ, സ്റ്റോൾസ്, ഹോം വെൻഡേഴ്സ്, ഹോം ഡെക്കോർസ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ, ഡെക്കോർസ്, അങ്ങനെ പല സാധനങ്ങളാണ്. 10 സ്റ്റോൾസാണ് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഒരു ക്രിസ്മസ് ഷോയും കൂടെ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അതാണ് നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സിൽ ഈവനിങ് 5 o'clock to 10 o'clock 2 ദിവസമുണ്ട്, സാറ്റർഡേയും സൺഡേയും. ഒരു ഡിഫറെന്റ് വൈബ് കൊച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു കാര്യം എന്താണ്?
നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ഫ്രീ ആയിരുന്നു, ആണാട് ജീസസ് ക്രൈസ്റ്റ്. അത് ഫ്രീ ആയിട്ട് കൊടുക്കണം നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എറണാകുളത്തുള്ളവരാണ്, പലയിടത്തുള്ള. അത് നമുക്ക് കിട്ടിയത് ഫ്രീ ആണ്, കൊടുക്കുന്നത് ഫ്രീ ആണ്. എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാവരും പ്രോഗ്രാം ഇന്നത്തെ പ്ലസ് പോയിന്റ് ആണ് ഫ്രീ. അതാണ് അപ്പം എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അയ്യോ ഈ കന്നഡ പോകുന്നേ ഭയങ്കര വിഷയല്ലേ. നമുക്ക് എൻട്രി ഉണ്ടോന്നല്ല, ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഷോ ആണോ? ജസ്റ്റ് കിട്ടായിരുന്നു. ഇത് ഇതങ്ങോട്ട് പോകായിരുന്നു, ബ്ലോക്കായിട്ട് പോയായിരുന്നു. ഒരു പ്ലിപ്പ് കൊടുത്തു. അതെ അല്ല, നമുക്ക് അങ്ങോട്ട് പോയി കറങ്ങിട്ട് ഒന്നുകൂടെ കറങ്ങിട്ട് വീണ്ടും 6:40 വീണ്ടും പ്രോഗ്രാം പറ്റും. 6:50 ഇത് ശരിയല്ല. അതായത് അവിടെ പ്രോഗ്രാംസ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് 6:40 എൻട്രി. അടുത്ത 6:48 ഞാൻ പ്രോഗ്രാം. 6:48 6:50 6:50. നമ്മുടെ ഒരു കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ബ്ലോഗർ തന്നെ. പക്ഷേ കാണാൻ പറ്റുന്നില്ല. അതെ, എല്ലാവരും ബിസിയാണ്. അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര വൈബ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സമയം ഇപ്പം തരും. സമയം നോക്കണം, ഫോൺ എടുക്കട്ടെ. നോക്ക്, സമയം നോക്കും. സമയം 2 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട് സൈഡിലും കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, 6:48 ഇനി എന്താണ് പറയാനുള്ളത്? നെക്സ്റ്റ് പ്രോഗ്രാമിനെ പറ്റി? കൊച്ചിയിൽ ഇതുപോലെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് വരുന്നുണ്ട് ഈ ഒരു ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ മറ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് വെച്ചോ, എല്ലാവർക്കും യൂസ്ഫുൾ ആവും അല്ലേ. പിന്നെ നിങ്ങൾക്ക് ചലഞ്ച് വേണ്ടവര് അതെ, കലൂർ വൈബ്സിന്റെ അംജനി പേജ് ഫോളോ ചെയ്യുക. ചലഞ്ച് വേണ്ടുന്നവർ മാത്രം. പക്ഷേ ചലഞ്ച് പക്കയായിരിക്കും. എനിക്ക് കിണ്ണം ക്രിസ്മസ് പരമായി കിണ്ണം. ഇത് മെയിൻ ഹൈലൈറ്റ് നമ്മൾ എന്താണ് വ്ളോഗ് എടുത്തത്. അതെ, കുറെ നാളെ നാളെ ഞങ്ങളൊരു വ്ളോഗ് ഡിലേ വന്നേക്കണത്. അപ്പൊ നമ്മൾ വീണ്ടും വന്ന് ഒരു എനർജറ്റിക് ആയിട്ട് ഒരു വ്ളോഗ് ആണ്. ചെറിയൊരു ആവശ്യക്കുറവുണ്ട്. 10 ഡേയ്സ് കൊച്ചിയിൽ ഫുള്ള് വൈബായിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വരോട്ടോ. അവിടെ വേറെ കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൈബായിട്ട് ആൽക്കഹോളിക് ഒന്നല്ലാണ്ട് നമുക്ക് ഭയങ്കര വൈബായിട്ട് പാട്ടൊക്കെ കുടിയില്ല, വലിയില്ല, ഒന്നുമില്ല. ഡാൻസ്, പാട്ട്. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു വിചാരമുണ്ട് ഡ്രിങ്ക്സ് കഴിക്കുക, അതുപോലെ അങ്ങനെയൊക്കെ എന്റർടൈൻമെന്റ്. അതൊന്നല്ല കേട്ടോ, മേളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ. അത് കുറെ നാൾക്ക് ശേഷം ഇത് പറയുന്നതുകൊണ്ട് നമ്മുടെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഞങ്ങള് 10 ഡേയ്സ് ഭയങ്കര വൈബാണ്. അതിനിടയിൽ വേറൊരു കാര്യം, നമ്മുടെ 27th ഈവനിങ് ആണ്, 7 o'clock to 12 o'clock. ഇതുപോലെ തന്നെ നമുക്കൊരു വൈബൊക്കെ ആക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പറയാണ് ഇവരുടെ പേജിൽ നിന്ന്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ വെറൈറ്റി ഗെയിംസ്, പുതിയ ഫ്രണ്ട്ഷിപ്പ്. നല്ല ക്രൗഡ് ഉണ്ട്, നല്ല ക്രൗഡ്. ഇതിന്റെ അടിയിൽ കൂടെ എങ്ങനെ പോകുന്ന കാര്യത്തില് കണ്ടോ, എല്ലായിടത്തും ഫുഡിന് ഫുഡ്. കലൂരിലുള്ളവരൊക്കെ ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന സ്പോട്ട് ആയതുകൊണ്ട് എല്ലാവരും വരിക കേട്ടോ. കലൂർ കൊച്ചി എല്ലാവരും അതുമല്ല മെയിൻ ഇവിടെ പഴംപൊരിയും ബീഫും കിട്ടും. എല്ലാം ഉണ്ട്, എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാം ഫുഡ് ഉണ്ട്, പഴംപൊരി, ബീഫ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതാണ് പഴംപൊരി, ബീഫ്, എല്ലാ സാധനവും എല്ലാ സാധനം ഉണ്ട്. ഇനി എന്താണ് പറയാനുള്ളത്? കൈവേദന എടുക്കും. കുറെ നാൾക്ക് ശേഷം പിടിക്കുന്നോണ്ടാന്ന് അറിയില്ല, കൈവേദന ഉണ്ട്. ഇനി അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എൻട്രി കൂടി ഉണ്ട് അവരുടെ ഒരു പ്രോഗ്രാം സെഷനിൽ. അവിടെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതാണ് എക്സിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് പോസ്റ്റ് ആയിട്ട് അവിടെ പോയി ക്ലാസ്. അപ്പൊ പാലാരിവട്ടത്തുള്ള നമ്മളെ പേജ് ഫോളോ അങ്ങനെ. അപ്പം ഇവിടെ ഇവരുടെ ഒരു കോർഡിനേഷൻ ആട്ടോ. എല്ലാവരും പക്ക ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടോ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് എടുത്ത് പറയേണ്ട കാര്യമായിട്ട്. കാരണം ഒരു പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. ഇവരുടെ ആ ഒരു ടീംസ് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഓക്കെ, ആ ഒരു സർവീസ് തന്നെ പറയാം. അത് നല്ല രീതിയിൽ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞു മെയിൻ ഹൈലൈറ്റ് എന്താണ്? അതാണ് ഇവര് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടീം വർക്കാണ്. ഓക്കെ, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം കൊച്ചിയിൽ പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ഫ്രീ പ്രോഗ്രാം, കാരണം നമ്മളൊക്കെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ്, നമുക്കറിയാം അതിൻ്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവർ കോർഡിനേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ടീമിന് ബിഗ് സല്യൂട്ട്. എൻ്റെ വകയും ബിഗ് സല്യൂട്ട്. ഒരു കണ്ണാടി ഇടില്ല. അതെ, അപ്പോൾ നമ്മളിത് ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഇന്റർവ്യൂവിൽ എനിക്ക് കണ്ണാടി ആകാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമുക്ക് കണ്ണാടി ഇടുന്നതാണോ നല്ലതല്ല കണ്ണാടി ഇടാത്ത? അത് വേണേ കമന്റ്. ഇനി അതിൻ്റെ കൂടെ
നമ്മളും കണ്ണാടി ഇടുന്നതാണോ അല്ല കണ്ണാടി ഇടാത്തതാണോ അതോ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഉബേദിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉബേദ് പറഞ്ഞിട്ടുണ്ട് അനിയനെ കിട്ടിയും പറഞ്ഞു അനിയന്റെ ആ കട്ടനെ തിരിച്ചു കിട്ടി. മുത്താണ് ഇത്. ആ ഞങ്ങൾ എല്ലാരും പറഞ്ഞു ഫോട്ടോയും വീഡിയോ കണ്ടിട്ട് എല്ലാരും പറഞ്ഞു നിങ്ങളുടെ ട്വിൻസ് ആണ്. ചിലർക്ക് മാറിപ്പോയിട്ടുണ്ട്. അതല്ലേ എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് കറക്റ്റ് എന്റെ ടെൻസ് ആണ്. ഉബേദ് എന്ന് പറയുന്നത് ആര്? ഇയാളും അനിയനാവും ചേട്ടനാണ്. അംജു എല്ലാരും എന്റെ ബ്രദർ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ആരാണെന്നുള്ളത്. ബ്രദറാണോ സിസ്റ്റർ? അയ്യോ ബ്രദറാണോ അല്ല എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ല ഇവിടെ ഭയങ്കര വ്യൂ ആണ്. അപ്പൊ നമ്മൾ അടുത്ത പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഇതിലേക്ക് എൻട്രി ഉള്ളൂ. പഴംപൊരിയും ബീഫും ഉണ്ട്. ഭയങ്കര ബീഫും ഉണ്ട്. ഞങ്ങളുടെ യഥാർത്ഥ ടീംസ് സ്പീഡിലോട്ട് ഇറങ്ങി. വേറെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞു കൊടുക്കും. അതിനകത്ത് കൂടെ ഉള്ളവരെ നിർത്തുന്നവരെ കൊള്ളാം, ചതിക്കുന്നവരും കാണും. അതും കൂടെ പറ. ഇതിൽ പറഞ്ഞിട്ടൊക്കെ പോയിക്കോ. ഷുക്കൂറൊക്കെ പോകുന്നു. ഇനിയുണ്ടോ? ഇനിയും ടൈം ഉണ്ടോ? പറഞ്ഞോണ്ട് വയ്ക്കോ. എന്താണ് പറഞ്ഞോളൂ. എവിടാണ് ക്യാമറ ഇരിക്കുന്നത്? പിങ്കി മോള് നമ്മുടെ അവിടെ ഒരു ഫോട്ടോസ് ഈ എക്സിറ്റ് വഴി പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് കോപ്പി ഉണ്ടാകും. ആൻഡ് വി ഹാവ് എ ടോക്കൺ ഓഫ് ലവ് ഫോർ യു. ഒരു ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ ക്രിസ്മസ് വില്ലേജിന്റെ വക നിങ്ങൾക്ക് ഉണ്ടാകും. അതെല്ലാവരും പരിപാടിയിൽ നമുക്ക് വെച്ചാനുള്ള സമയം. ഓക്കെ പഴംപൊരിയും ബീഫും തരാൻ പറ. അതെ അപ്പൊ നമ്മൾ ഇവിടുത്തെ വൈബ് കാണിച്ചു കൊടുക്കണം. ആംബിയൻസ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ മോഹൻലാൽ ആംബിയൻസ് കാണിച്ചു കൊടുക്കണം. പാട്ട് വരുന്നില്ലല്ലോ. സാധാരണ പാട്ടൊന്നുമില്ല. ഫോട്ടോ നമ്മുടെ കൊണ്ട് ബ്ലോഗർ ഇരിക്കുന്നു. അതെ വേണ്ട, ഇത് ഫുള്ള് അതാണ് ഗൈസ്. ഞങ്ങളുടെ ബ്ലോഗർ പെട്ടെന്ന് സാഹചര്യത്തിൽ ഇല്ലായിരിക്കും. ഓക്കെ ഫുള്ള് വൈബാണ് ഗൈസ്. ഓക്കെ പാട്ട് അടുത്ത പാട്ട് ഇപ്പൊ സ്റ്റാർട്ട്. അവൻ പാട്ട് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിലൊക്കെ പറഞ്ഞോ. അതെ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്നത്. ഗിഫ്റ്റ് ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാല്ലേ ഗിഫ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ. കിട്ടുവാണെങ്കിൽ നല്ലൊരു നമുക്ക് ഗിഫ്റ്റ് കിട്ടും നോക്കാം. ഇവിടെ ഇത് ഈ എടുത്ത് കാണിച്ചു ഗിഫ്റ്റ് എന്ത് ഫുഡാണ്? ഫോട്ടോ എടുത്തായിരുന്നു. ഇല്ല ഫോട്ടോ ഇല്ല. മലയാളം മറ്റേ ഇതാണ്. ഫോട്ടോ എടുത്തരാണോ? എന്താ വേണ്ടത്? എന്തിലൊക്കെ പറ. മറ്റേ ഇതാണ്. ഓക്കെ ക്രിസ്മസ് വില്ലേജോ? അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അവർ ഐഡി. ക്രിസ്മസ് വില്ലേജ്. അടുത്ത ലക്കി ഡ്രോ 7 മണിക്ക് എടുക്കുന്നതായിരിക്കും. നമുക്ക് ബൈ ബൈ പറയാല്ലേ? അല്ല അടുത്ത ലക്കി ഡ്രോ ഉണ്ട്. ലക്കി ഡ്രോയുടെ കാര്യം ഇപ്പൊ 6 അമ്പതായി. 7 മണിക്ക് എനിക്ക് കിട്ടും ലക്കി ഡ്രോ. ഞാൻ എഴുതിയിട്ടുണ്ട്. അംജുദിന് കിട്ടും, ഷെമീറിനോ വെയിറ്റ് ചെയ്യാം. ലക്കി ഡ്രോ നമുക്ക് നോക്കാം. അപ്പൊ ആർക്കായിട്ട് വെയിറ്റിംഗ് ആണ്. എന്ത് ലക്കി ഡ്രോയ്ക്ക് എന്ത് തിന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയോ ഉണ്ട് ഓഫേഴ്സ്. അതാ ലക്കി ഡ്രോ എന്ന് വെച്ചാൽ എന്ത്? അതെ നമുക്ക് ലക്കി ഡ്രോ നടത്തിയാലോ? നമുക്ക് ലക്കി ഡ്രോ നടത്താം. എന്നാൽ ഇതിനകത്ത് എന്ത് നമുക്ക് സെർച്ച് ചെയ്താലോ? തുറക്ക പിടിയൊന്ന്. ഇവിടുത്തെ ഇവരുടെ വക ഒരു ഡയറിയാണ്. ഡയറി അല്ല ഇതിപ്പോ കാണിക്കണ്ട. ഡയറിയാ പിന്നെ കാണിക്കാം. വിശക്കൊന്ന് പഴംപൊരിയും ബീഫും കഴിക്കാൻ. ഇല്ലടാ ഇതിപ്പോ തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ കട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര. നമുക്കല്ല ലക്കി ഡ്രോയുടെ ഡീറ്റെയിൽസ് നമ്മള് അടുത്ത നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് നമ്മള് സെക്കൻഡ് പാർട്ട് ഉണ്ട് പറയാം. സെക്കൻഡ് പാർട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും വേറെ കാര്യം വിട്ടുപോയി. പേജ് ഫോളോ ചെയ്യുക, മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഒരു ബൈ.